الحمد لله الواحد القهار غافر الذنب وكابل التوب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് ഈമാനോടെയും തഖ്വയോടെയും ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെ അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു വിശുദ്ധ റമളാനിന് സാക്ഷിയാവാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളൊക്കെ. പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ് റമളാൻ. ഈ സമയത്ത് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മൾ ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ ആലോചിക്കേണ്ട ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു റമളാൻ കൂടി കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളുമൊക്കെ ഖബറിലേക്ക് ഒരടി കൂടി അടുത്തിരിക്കുന്നു. കഴിഞ്ഞ റമളാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല സഹോദരങ്ങളും നാളെ റമളാനിനെ വരവേൽക്കാൻ നമ്മുടെ കൂടെ ഇല്ല. അവരല്ലാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. നമ്മളും അങ്ങനൊരു യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. എപ്പോഴാണ് പോകേണ്ടി വരിക എന്ന് എനിക്കോ നിങ്ങൾക്കോ യാതൊരു ഉറപ്പുമില്ല. ജീവിതത്തിൻ്റെ ഒരുപാട് നെട്ടോട്ടത്തിലാണ് നമ്മളൊക്കെ. കച്ചവടം, നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ ഭൗതികമായ മറ്റ് കാര്യങ്ങൾ, ഇതിൽ മുഴുകി നിൽക്കുകയാണ് നമ്മളൊക്കെ. ഇസ്ലാം അതിനെ വിരോധിക്കുന്നുമില്ല. ഇതിൽ മുഴുകി നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം ഞാൻ നിങ്ങളൊക്കെ ആലോചിക്കുക. അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്താണ് നമ്മുടെ കൈവശം ഉണ്ടാവുക? ഇതെല്ലാം തീരും. നമ്മൾ രാവും പകലുമില്ലാതെ അധ്വാനിച്ച് ഓടി നടന്നുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കച്ചവട സ്ഥാപനമില്ലേ, അതിന്ന് ഒരു ചെറിയ കഷ്ണം പോലും, ഒരു ചെറിയ മുട്ടുസൂചി പോലും നമ്മുടെ കൂടെ വരികയില്ല. നമ്മളൊക്കെ രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ വലിയ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ വീട്ടിൻ്റെ ഒരു ചായ്പിൽ പോലും നമ്മളെ ആരും കടത്തൂല്ല. നേരെ കൊണ്ടുപോയിട്ട് പള്ളിക്കാട്ടിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മളെ കുഴിച്ചിടും. അപ്പോൾ പിന്നെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് എന്താണ്? അവിടെയാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്ത്, അത് തിരിച്ച് അതേപോലെ കൊണ്ടുപോകാൻ സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ വിജയം. അതെന്താണ്? ഞാനും നിങ്ങളുമൊക്കെ ജനിച്ച് വീഴുമ്പോൾ നമുക്കൊരു മനസ്സ്, ഒരു നഫ്സിനെ അള്ളാഹു തന്നിട്ടുണ്ട്.
അത് ശുദ്ധമായ പ്രകൃതത്തിലാണ് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളത്. അത് അതേപോലെ ശുദ്ധമായി തിരിച്ചു കൊണ്ടുപോകാൻ ആർക്കൊക്കെ കഴിയുന്നുവോ അവരൊക്കെ വിജയിച്ചു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫനഫ്സിൻ വമാ സവ്വാഹ. ഈ മനുഷ്യന്റെ മനസ്സിനെ ശരിപ്പെടുത്തിയ പടച്ച തമ്പുരാൻ അൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. അതിൽ തഖ്വയുണ്ട്, തോന്നിവാസമുണ്ട്, രണ്ടുണ്ടാവും. ഇത് രണ്ടും സമ്മിശ്രമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലോകത്ത് ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആര് അതിനെ പരിശുദ്ധമായിട്ട് ലോകത്തുനിന്ന് തിരിച്ചു പോയോ അവൻ രക്ഷപ്പെട്ടു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലീമസമാക്കിയവൻ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് നോമ്പിന്റെ പ്രസക്തിയെ നാം ആലോചിക്കേണ്ടത്. റമളാൻ കടന്നു വരുന്നതിൻ്റെ പ്രസക്തി നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെയാണ്. നമുക്ക് നന്മയിൽ നിന്ന് തടയുന്ന, നമ്മുടെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നത് പരിശുദ്ധമായ രൂപത്തിലാവുന്നതിനെ തടയുന്ന കുറെ ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആസക്തി, നമ്മുടെ ദേഹേച്ഛ. ഇതെല്ലാം പലപ്പോഴും നമ്മളെ നന്മയിൽ നിന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതാണ്. എല്ലാ സമയത്തും നമുക്ക് എല്ലാ മാസങ്ങളിലും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും ഇതിൽ നിന്നൊക്കെ നമ്മളെ തടഞ്ഞു നിർത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, നമ്മുടെ ആസക്തി, ഓരോന്നിനോടുമുള്ള ആസക്തി. ചിലർക്ക് പണത്തോടായിരിക്കും, ചിലർക്ക് ഭൗതികമായ വേറെ പല സൗകര്യങ്ങളോടുമായിരിക്കും. പിന്നെ രണ്ടാമത്തേത് നമ്മുടെ ദേഹത്തിൻ്റെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ. ഇത് രണ്ടും നമ്മളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും മനസ്സിനെ നന്നാക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് തിന്മയുടെ മാർഗങ്ങളെ. റമളാൻ എന്തിനാ? നമ്മളൊക്കെ റമളാനിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണല്ലോ അല്ലേ? ഓരോരുത്തർ റമളാനിന് വേണ്ടി തയ്യാറെടുക്കണ എങ്ങനെ? നാളെ റമളാൻ തുടങ്ങാണ്, മറ്റന്നാൾ റമളാൻ തുടങ്ങാണ്, ഇനിയിപ്പോൾ സാധനങ്ങൾ വാങ്ങണം, അത് വേണം, ഇത് വേണം. അങ്ങനെ ഒരു റമളാൻ ഇല്ലട്ടോ. അങ്ങനെ റമളാനിന് വേണ്ടി ഒരുക്കില്ല. നിങ്ങൾ ശവ്വാലിൽ എങ്ങനെയാണോ ഷാബാനിൽ എങ്ങനെയാണോ അതൊക്കെ തന്നെ ഉള്ളൂ, പുതിയതൊന്നും ഇല്ല. ഇങ്ങനെ ആമുഖമായ ഒരു പ്രധാനമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, അതിനെ അനുവദിക്കരുത്. റമളാൻ സ്പെഷ്യൽ വിഭവങ്ങൾ, റമളാനിന്റെ സ്പെഷ്യൽ, റമളാൻ ഒരു ചുക്കില്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. റമളാൻ വേറെ തന്നെ സംഭവമാണ്. അതെന്തിനാ? അത് മനുഷ്യന്റെ മനസ്സ് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റമളാൻ. ആഘോഷമല്ല, ആചാരമല്ല, അങ്ങനെ ഒന്നുമല്ല. പിന്നെയോ റമളാൻ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോൾ പരിശുദ്ധമായി കൊണ്ടുപോകേണ്ട ഒരു അമാനത്ത് ഓരോ മനുഷ്യന്റെ കയ്യിലും ഉണ്ട്. അത് മനുഷ്യന്റെ മനസ്സാണ്. ആ മനസ്സിനെ നന്നാക്കി തീർക്കാനുള്ള ഒരു പരിശീലനം മാത്രമാണ് റമളാൻ. അതുകൊണ്ട് റമളാനിന് ഭൗതികമായ ഒരു ഒരുക്കമില്ല, നനച്ചുളിയില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരുക്കം ഒന്നുമില്ല. റമളാനിലുള്ളത് മാനസികമായ ഒരുക്കമാണ്. അതിലൊന്നെന്താ? നമ്മളെ പലപ്പോഴും തിന്മയിൽ നിന്ന് റമളാൻ കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, ജീവിതത്തിന്റെ ഓട്ടത്തിലാണ് നമ്മൾ. ഈ ഓട്ടത്തിനിടയിൽ തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്തണം നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ. അതിനുള്ള പരിശീലനം കിട്ടണം. കഴിയില്ല പലപ്പോഴും. തിന്മയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തടഞ്ഞു നിർത്താൻ പലപ്പോഴും കഴിയാറില്ല. കാരണം നമ്മുടെ ദേഹച്ച അങ്ങനെയാണ്, നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. അതാരാ പറയണ അറിയോ? ഒരു പ്രവാചകൻ. യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കാണ്, ഇന്ന നഫ്സ വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. ഞാൻ എൻ്റെ മനസ്സിനെ പരിശുദ്ധാക്കുന്നില്ല. മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ആരുടെ മനസ്സാണെങ്കിലും അമ്മാറത്തും ബിസ്സൂ, തിന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ആ മനസ്സിനെ പരിശീലനത്തിലൂടെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കണം. അതിനുള്ള റമളാൻ കൊണ്ട് കിട്ടേണ്ട 2-3 ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ തിന്മയിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്തുക. നമ്മളെ മനസ്സിനെ
നമ്മുടെ ശരീരത്തെ, നമ്മളെ തിന്മയിലേക്ക് വഴി നടത്തുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാ? 1 നമ്മുടെ നാവ്, 2 നമ്മുടെ വയറ്, 3 നമ്മുടെ ലൈംഗികാവയവം. മനുഷ്യ ശരീരത്തിലെ ഈ 3 അവയവങ്ങൾ മനുഷ്യനെ പലപ്പോഴും തിന്മയിലേക്ക് നയിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഇത് 3-1 ബന്ധപ്പെട്ടതായിരിക്കും. വയറ്, ലൈംഗികാവയവം, നാവ്, ഇതുമായി ഏതെങ്കിലും തരത്തിൽ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കണക്റ്റഡ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന തിന്മയൊക്കെ. റമളാൻ എന്താ ചെയ്യുന്നത്? നോമ്പ് എന്താ ചെയ്യുന്നറിയോ? ഇത് 3നും ഒരു പരിശീലനം കൊടുക്കുന്നു. നമ്മൾ കരുതിയ നോമ്പ് എന്താ? നല്ല ചൂടാണ്, നാളെ മുതൽ ഇനിയിപ്പോൾ രാവിലെ വെള്ളം കുടിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല. കൂട്ടരെ, അത് നോമ്പല്ല. നോമ്പിന് മാത്രമാണോ വെള്ളം കുടിക്കാതിരിക്കല്? നോമ്പിന് മാത്രമാണോ ഭക്ഷണം കഴിക്കാതിരിക്കല്? നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പങ്കെടുത്താൽ ഭക്ഷണം കഴിക്കാൻ തന്നെ മറന്നുപോലുണ്ട് ഇല്ലേ? വീട്ടിലൊരു അടിയന്തര ഫംഗ്ഷൻ ഉള്ളപ്പോൾ, വീട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചപ്പോ ഭക്ഷണം കഴിക്കാൻ നമ്മളോട് മറന്നുപോയിട്ടുണ്ട്. അപ്പൊ ഈ ഭക്ഷണം കഴിക്കാതിരിക്കല് മാത്രമല്ല നോമ്പ്. പിന്നെയോ, നോമ്പെന്ന് പറയുന്നത് ശരീരത്തിലെ ഈ 3 അവയവങ്ങളെ പരിശീലിപ്പിച്ചെടുക്കല. ഒന്നെന്താ? നാവിനെ. നമ്മുടെ നാവിനാണ് നോമ്പ് ആരംഭിക്കുന്നത്. നാളെയാണ് മറ്റന്നാൾ നോമ്പെങ്കിൽ ഇന്നലെ വരെയുള്ള നാവാകരുത് നാളെയുള്ള നാവ്. ഓരോ സംസാരവും, ഒന്നാമത്തേത് സംസാരത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം, എങ്കിലേ നോമ്പിന് ഒരുക്കാവുള്ളൂ. ഞാൻ അധികം സംസാരിക്കില്ല. നോമ്പായാൽ പിന്നെ എൻ്റെ സംസാരം കുറക്കും. പിന്നെ നോമ്പായാൽ പിന്നെ സാധാരണ കളവ് പറയാത്ത ഞാൻ അബദ്ധത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കളവൊക്കെ വന്നു പോകലുണ്ടെങ്കിലും റമളാനായാൽ ഇംസാക്കായിരിക്കും, പിടിച്ചു നിർത്തും. എന്ന് പറഞ്ഞാൽ ഞാനൊരു വാക്ക് പറയുമ്പോൾ, റമളാൻ മാസത്തിൽ ഞാനൊരു വാക്ക് പറയുമ്പോൾ, മറ്റുള്ള സമയത്ത് ഞാൻ വാക്ക് പറയുമ്പോൾ ചിലപ്പോൾ ആലോചിക്കലൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോക്കുണ്ട്. എന്നാൽ റമളാനായാൽ ഞാനൊരു വാക്ക് പറയുമ്പോൾ 2 വട്ടം ആലോചിച്ചിട്ടേ ആ വാക്ക് പറയൂ. റമളാനായാൽ ഞാൻ അനാവശ്യമായ ഒരു വാക്കും പറയുകയില്ല. റമളാനായാൽ എൻ്റെ വയറിനെ ഞാൻ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. എന്താ ശുദ്ധീകരണം? ഹലാലായ ഭക്ഷണം തന്നെ ഞാൻ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. പിന്നെയല്ലേ ഹറാമ്. എനിക്ക് 11 മാസം ഹറാമായ എല്ലാ ഭക്ഷണങ്ങളിൽ നിന്നും മാറി നിൽക്കണം. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത എല്ലാ ഭക്ഷണങ്ങളിൽ നിന്നും മാറി നിൽക്കണം. അതിന്റെ പരിശീലനം എങ്ങനെയാ? റമളാനിൽ ഹലാലായ ഭക്ഷണത്തെ പോലും മാറ്റി നിർത്തുന്നു. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നോമ്പിന്റെ ചിരരൂപം. ഒന്ന് റസൂലുള്ള പറഞ്ഞു, മല്ലം യദഅ ഖൗല ദൂറ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി അല്ലാഹു ഹാജതൻ അൻ യദഅ തആമുഹു വശറാബുഹു. ഒരു മനുഷ്യൻ മോശമായ വാക്കുകളൊന്നും ഒഴിവാക്കുന്നില്ല എങ്കിൽ അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നതിന് അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അപ്പൊ നാവിന്റെ നോമ്പ്, രണ്ടാമത്തേത് വയറിന്റെ നോമ്പ്, മൂന്നാമത്തേത് നമ്മുടെ ലൈംഗികമായ ശാരീരികമായ ആഗ്രഹങ്ങളുടെ ഇച്ഛകളുടെ നോമ്പ്. ഈ 3 നോമ്പുകൾ സമ്മിശ്രമാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ റമളാനിലെ നോമ്പാകുന്നത്. അപ്പോ റമളാൻ കൊണ്ട് ഒന്നാമത് നമുക്ക് കിട്ടേണ്ടത് തിന്മയിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്താൻ, എല്ലാ തിന്മയിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്താനുള്ള ഒരു പരിശീലനം ഈ നോമ്പിലൂടെ കിട്ടണം. അത് കേവലം പട്ടിണി കിടക്കുന്നതിലല്ല. ഇനി രണ്ടാമത്തേത്, ഇച്ഛാശക്തി വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയണം. എന്താ നമ്മുടെയൊക്കെ അവസ്ഥ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദുആ ചെയ്യും, പടച്ചോനെ ഇന്ന് നല്ല ദിവസമാവണേ, അള്ളാഹുവേ ഒരാളോടും ശണ്ട കൂടാതെ, ഒരാളോടും ഒരു കുഴപ്പമില്ലാത്ത ദിവസമാക്കി തീർക്കണേ തമ്പുരാനെ, പടച്ചോനെ എല്ലാ നേരവും നിസ്കരിക്കാനുള്ള മനസ്സെനിക്ക് നില നൽകണേ. ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റുണ്ടാകുക. എന്നിട്ട് പീടികയിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഒരുത്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും വില പറഞ്ഞല്ല, എന്താ സാധനത്തിന്റെ ക്വാളിറ്റി പറഞ്ഞ് തർക്കമായതാണ്. പിന്നെ ഓൻ്റെ വാപ്പാന്റെ വാപ്പാക്കും വരെ വിളിച്ച് പറഞ്ഞു, ആരാണിത്? കിടന്നിട്ട് എണീക്കുമ്പോൾ, രാവിലെ സുബഹിക്ക് എണീക്കുമ്പോൾ മൂപ്പര് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, എന്ത് പടച്ചോൻ ഇന്ന് ആരും ഏറ്റവും ഷെൻ്റെ ഒരു കുഴപ്പമുണ്ടാവരുതേ. എന്റെ കാരണം ഈ മനുഷ്യന്റെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തോന്നിയത്
വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ പെരുമാറാറുള്ളത്. നോമ്പ് മനുഷ്യന് നൽകുന്ന പരിശീലനം എന്താ അറിയോ? നമ്മുടെ ഇച്ഛാശക്തിയെ ശക്തിപ്പെടുത്താൻ. ഓരോന്നിനോടും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല, അതിലൊരു സംശയമില്ല, അതിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത മനസ്സാക്കിയിട്ടെടുക്കാൻ. അതുകൊണ്ടല്ലേ മാർച്ചിലാ നോമ്പ് അല്ലേ, നല്ല ചൂടാ, നല്ല വെയിലത്താ, എന്നിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കുന്നില്ല. കുടിക്കൂല എന്ന് പറഞ്ഞാൽ കുടിക്കൂല. എന്താ? അള്ളാഹ് പറഞ്ഞിരിക്കുന്നു കുടിക്കണ്ട, അതുകൊണ്ട് ഞാൻ കുടിക്കില്ല. അങ്ങനെ പരിശീലിച്ചെടുത്താൽ എന്താണെന്നറിയോ? തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ, നന്മയുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. അവിടെ നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ മാറിപ്പോകാറുള്ളത് ഞാൻ ആമുഖമായി പറഞ്ഞ നമ്മുടെ ദേഹേച്ഛക്ക് വഴിപ്പെട്ടുകൊണ്ടാണ്. റമദാൻ കൊടുക്കുന്ന പരിശീലനം എന്ന് പറയുന്നത്, റമദാൻ കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ഒരു ഗുണം നമ്മുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുക. അത് നേടുന്നില്ലേ? ഇല്ലേ, വെറുതെ പട്ടിണി ഇടുന്നൊന്നും കാര്യമില്ല കേട്ടോ. നമുക്ക് ദീനിയായൊരു തീരുമാനം എടുത്തു, അതിനാണ് ഇതിൻ്റെ അവസാനം എന്താ? നോമ്പിൻ്റെ അവസാനം എന്താണ്? അവസാനത്തെ 10 അള്ളാഹുവിൻ്റെ അടുക്കൽ പൂർണ്ണമായിട്ടും എഴുത്തിക്കാഫിരുന്നിട്ട് അള്ളാഹിനോട് പറയണം. റമദാൻ എന്ന് പറഞ്ഞ വെറുതെ 30 ഇങ്ങനെ നോമ്പേറ്റ് പോക്കല്ല കേട്ടോ. ആദ്യത്തെ ദിവസങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിലേക്ക് അടുത്തു, ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, പടച്ചവനുമായിട്ട് അടുത്തടുത്ത് വന്നു. അവസാനമാകുമ്പോഴേക്ക് നമ്മൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം അടുത്ത് നിൽക്കുന്നു. എന്നിട്ട് അള്ളാഹിനോട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറയാണ്, പടച്ചോനെ പലതും സംഭവിച്ചു പോയിട്ടുണ്ട് ജീവിതത്തിൽ, ഇനി ആവർത്തിക്കുകയില്ല. ഇത് പറഞ്ഞിട്ടാണ് ശവ്വാൽ 1 അന്ന് അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. ഈ മനുഷ്യൻ 30 ദിവസം നേടിയെടുക്കുന്ന എന്താ? മനസ്സിന്റെ ഈ ഉറപ്പാണ്, ഈ ഇച്ഛാശക്തിയാണ്. ഇത് നേടിയെടുക്കാനുള്ള ശ്രമമായിരിക്കണം വരുന്ന 30 ദിവസങ്ങളിൽ, വരുന്ന റമദാനിന്റെ 30 ദിനരാത്രങ്ങളിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി അടുത്തൊരു ഗുണം എന്തറിയോ? ലോകത്ത് ഒരുപാട് മതങ്ങളെ നിങ്ങൾക്ക് കാണാം. ഈ മതങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഇസ്ലാമിനുള്ളത്, ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങൾ അഖിലവും മനുഷ്യന് ആത്മീയമായ പുരോഗതി നൽകുന്നതോടൊപ്പം ഭൗതികമായ പുരോഗതിയും നൽകും. എല്ലാ ആരാധനയും, അത് നിസ്കാരാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, എല്ലാത്തിനും ആത്മീയമായി മനുഷ്യന് കിട്ടുന്ന ഗുണത്തിന്റെ കൂടെ തന്നെ അള്ളാഹു ഗിഫ്റ്റായിട്ട് ഭൗതികമായ ഗുണവും ലഭിക്കും. നോമ്പിന് അള്ളാഹു നൽകുന്ന ഭൗതികമായൊരു ഗിഫ്റ്റാണ് നമ്മുടെ പേഴ്സണാലിറ്റി. അത് നന്നാക്കിയെടുക്കാൻ കഴിയണം, നമ്മുടെ വ്യക്തിത്വം നന്നാക്കിയെടുക്കാൻ കഴിയണം. ആരാണ് നല്ല വ്യക്തി? അത് ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? സഹജീവികളോട് അനുകമ്പയില്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് അയാൾ നല്ല പേഴ്സണാലിറ്റിയാണെന്ന് ആരെങ്കിലും പറയാൻ കഴിയോ? ഒരു പാവം മനുഷ്യൻ പട്ടിണി കിടക്കുന്നത് കാണുമ്പോൾ, മരുന്നിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഒരാളെ കുറിച്ച് അയാൾ നല്ല ഗുഡ് പേഴ്സണാലിറ്റിയാണെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കൂലല്ലോ അല്ലേ? നല്ല ഡ്രസ്സും നല്ല ആകാര വെടിവുള്ള ആളല്ലല്ലോ നല്ല വ്യക്തിത്വം അല്ലേ? എന്നാൽ റമദാൻ നൽകുന്ന പാഠെന്താ? സഹജീവികളോട് അനുകമ്പ കാണിക്കുവാനുള്ള പരിശീലനം കൂടി ഈ റമദാനിലൂടെ ലഭിക്കുന്നു. പട്ടിണി കിടന്നിട്ടില്ലല്ലോ ഇതുവരെ ജീവിതത്തിൽ അല്ലേ? ഒരുപാട് കഷ്ടപ്പാടുണ്ട്, കടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും 5 ദിവസം തുടർച്ചയായിട്ട് പട്ടിണി കിടന്ന ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എന്നാൽ ഫലസ്തീനിലെ നമ്മുടെ മക്കൾ, അതുപോലെ തന്നെ ലോകത്തിന്റെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുറെ സഹോദരങ്ങൾ, ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന സഹോദരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്. അന്നം കിട്ടാതെ കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ. ഈ സഹജീവികളോട് അനുകമ്പയുള്ള മനസ്സിന്റെ ഉടമയായിട്ട് മാറാൻ 30 ദിവസത്തെ പരിശീലനം കൊണ്ട് നമുക്ക് സാധിക്കണം. ഒരു പാവം മനുഷ്യൻ വന്നിട്ട് എന്തിനെങ്കിലും ചോദിക്കുമ്പോൾ അയാളെ പരിഹസിക്കുവാനും അയാളെ ആട്ടി ഓടിക്കാനും തോന്നുന്നതിന് പകരം, പടച്ചോനെ പട്ടിണി വല്ലാത്തൊരു അവസ്ഥയാണ് എന്ന് മനസ്സിൽ തോന്നിയിട്ട് അനുകമ്പയുള്ളവനായിട്ട് ഈ മനുഷ്യൻ മാറും. തീർന്നില്ല. കോപം
അല്ലേ? ഞാൻ നിങ്ങളൊക്കെ ദേഷ്യം പിടിക്കുന്ന ആൾക്കാരാ. അനങ്ങിയാൽ ചില എന്താ പറയുക, പള്ളികളിലൊക്കെ എന്തെങ്കിലും നിസ്സാരമായ പ്രശ്നം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പാക്കും വാപ്പാൻ്റെ വാപ്പാക്കും വിളിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും ഉണ്ടാകുക. ആരാണ്? അങ്ങാടിയിൽ വെറുതെ തെണ്ടി നടക്കുന്ന ആൾക്കാരല്ല, പള്ളിയിലെ വലിയ വലിയ ആൾക്കാർ. താടിയുണ്ട്, നിസ്കാരത്തായമ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ, 4 വർത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പിന്നെ വിളിക്കുന്നത് ചെവി പൊത്തേണ്ടി വരുന്ന വാക്കുകളാണ് വരുന്നത്, അല്ലേ? ഇത് പലപ്പോഴും കേൾക്കാറുണ്ട്. നമ്മൾ നോമ്പിനെ കുറിച്ച് പറയാറെന്താ? നോമ്പായിപ്പോയി അല്ലെ, കാണായിരുന്നു എന്നാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നോമ്പ് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കിന്നാ, അല്ലേ? പിന്നെന്താ, അയാളോട് ഇപ്പം സംസാരിക്കണ്ട, അപ്പോൾ നോമ്പായിരുന്നു, നോമ്പ് തുറന്നിട്ട് സംസാരിക്കാം. കാരണം എന്താ, പെട്ടെന്ന് ചൂടാവുന്നു. ഇങ്ങനത്തെ നോമ്പ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. മനുഷ്യന്റെ പേഴ്സണാലിറ്റിയെ നമുക്ക് ഇപ്പം പോവാ അയാളെടുത്ത്. കാരണം എന്താ, നോമ്പാണ്. നോമ്പായതുകൊണ്ട് എന്തായാലും അയാൾ നല്ല പെരുമാറ്റമായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും. അങ്ങനെ പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. നോമ്പിലൂടെ ശീലിച്ചെടുക്കുന്നത് കോപമില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ശണ്ട കൂടാത്ത അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അന്യനോട് അനുകമ്പ കാണിക്കാൻ സാധിക്കുന്ന, റഅഫത്ത് കാണിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നോമ്പ് കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയണം. അതല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? നിങ്ങളോട് ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് ഷണ്ട കൂടി, അങ്ങോട്ട് ഷണ്ടക്ക് പോരുത്. ഇനി ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കാന്നൊക്കെ പറയുന്നൊക്കെ ഇല്ലേ? അങ്ങനെ ചൊറിഞ്ഞോണ്ടിരുന്നാലോ, അപ്പം ഞാനൊന്നും കൊടുത്തു വേറെ ഒന്നും നോക്കിയില്ല എന്നോ? അങ്ങനെയല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്. കുൽ ഇന്നി സ്വാഇമുൻ, പറഞ്ഞേക്കുക ഞാൻ നോമ്പുകാരനാ. അതുകൊണ്ട് നീ എന്തൊക്കെ പ്രകോപനം ഉണ്ടാക്കിയാലും ഞാൻ അതിൽ വീണു പോകില്ല എന്ന് പറയാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങൾ, നോമ്പിനെ ബാധിക്കുന്ന 1-2 അപകടങ്ങൾ കൂടിയുണ്ട്. അത് ഒന്നാമത്തേത് നമ്മുടെ സുഖഭോഗത്തോടുള്ള അങ്ങേയറ്റത്തെ തൃഷ്ണയാണ്. ആഡംബരങ്ങളോടുള്ള, അല്ലെങ്കിൽ ആസ്വാദന തൃഷ്ണ എന്ന് പറയാം, അല്ലേ? എന്താ അറിയോ, നോമ്പാണ്. അപ്പം എന്താ, നോമ്പിന് സമയം പോണ്ടേ? നോമ്പാണ്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ബീച്ചിൽ ഒരുമിച്ച് കൂടിയാൽ, അല്ലെ അങ്ങാടിയിൽ ഒരുമിച്ച് കൂടിയാൽ, അപ്പോൾ ഒരു ചായ കുടിക്കും, 4 പരിപ്പ് വട ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 4 ബടായി പറഞ്ഞിട്ട് നിൽക്കും, അല്ലേ? ഇപ്പം നോമ്പിനിപ്പം അത് പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഫേസ്ബുക്കിലാണ്, ഞാൻ ഫുൾ ടൈം വാട്സപ്പിലാണ്. എന്നിട്ട് മൂപ്പരിങ്ങനെ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുക. എന്താ കൂട്ടരെ കാര്യം? സമയം പോക്കാൻ. ആരായി സമയം പോക്കുന്നത്? എന്തിനേയും നോമ്പ് തോൽക്കുന്നത്? നാളെ അതായത് ആമുഖമായി സൂചിപ്പിച്ച് നാളെ യാത്രക്ക് തയ്യാറായി നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ കുറച്ച് മുമ്പ് മരണപ്പെട്ടു, ഷംസുദ്ദീൻ എന്ന് പറയുന്ന കല്ലായിലുള്ള, അല്ലേ? പെട്ടെന്ന് ഇന്നലെ വരെ എല്ലാവരുമായിട്ട് സംസാരിച്ച സഹോദരൻ, അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരമാണ് 5 മണിക്ക്. അപ്പോ നമ്മളുടെ അവസ്ഥയാണത് കൂട്ടരെ. ഇങ്ങനെയുള്ള നമ്മളാണ് എന്ത് ചെയ്യുന്നത്? സമയം പോക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ. ഒന്ന് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാനാണ് വരാൻ പോണത്. ആവശ്യമില്ലാത്ത എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ലെഫ്റ്റ് അടിക്കുക. ആവശ്യമുള്ള ഗ്രൂപ്പുകളിൽ തന്നെ അത്യാവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിലൊക്കെ ഒരു മെസ്സേജ് ഇടുക. ഇനി റമളാൻ കഴിഞ്ഞതിന്റെ ശേഷമേ ഞാൻ ഉണ്ടാവുള്ളൂ. കാരണം വല്ലാത്തൊരു അവസരമാണ് കയ്യിൽ വന്നിട്ടുള്ളത്. ഒരു നിമിഷം പോലും പാഴാക്കി കളയാനില്ല. ഒരു സുബ്ഹാനല്ലാഹ് എങ്ങാൻ ചെല്ലിയാൽ 70,000 ഇരട്ടി ചെല്ലിയ കൂലി കിട്ടുന്ന സമയ. ആ സമയത്താണ് ഇതും തോണ്ടിയിട്ട് നിൽക്കുന്നത്. അതിന് ഞാനില്ല എന്ന് പറയണം. അപ്പോഴാണ് നോമ്പ് നമുക്ക് ഫലവത്താകുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أيها الناس أوصيكم ثانيا بتقوى الله. മാന്യ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിക്കണമെന്നും ഈമാനും തഖ്വയും മുറുകെ പിടിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ കൂടി നോമ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ സുഖഭോഗ തൃഷ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്
ഭക്ഷണത്തോടുള്ള മനുഷ്യൻ്റെ ആസക്തി എന്ന് പറയുന്നത് ഈ റമളാൻ പലപ്പോഴും തീറ്റയുടെയും ശാപ്പാട്ടുരാമന്മാരുടെയും മാസമാക്കിയിട്ട് പലരും മാറ്റുന്നു. നമ്മുടെ തെക്കേ പുറത്ത് അതുപോലെ പല സ്ഥലങ്ങളിലും പലയിടത്തും റമളാൻ ആയാൽ രാത്രികാലങ്ങൾ പുതിയ പുതിയ ഹോട്ടലുകൾ, പുതിയ പുതിയ ഭക്ഷണശാലകൾ വരിക. എന്തിനാ? എന്നിട്ട് ടി വിയിൽ, പത്രത്തിൽ അതിൻ്റെ അത്ഭുതകരമായ വാർത്തകൾ, ഇവിടെ ഇതാ റമളാനിൻ്റെ ഇന്ന വിഭവങ്ങൾ, ഉപ്പിലിട്ടത്, മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് നാണം കെടുത്തുകയാണ് ഒരു സമുദായത്തെ. ഇസ്ലാമിൻ്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആളുകൾ എന്താ പാതിരാവരെ തിന്ന് കുടിച്ച് ശാപ്പാടടിച്ചിട്ട് പോയി കിടന്നുറങ്ങുന്ന ആൾക്കാരായിട്ട്. അതിനാണോ നോമ്പ്? സഹോദരങ്ങളെ, നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്യ്. ഈ പ്രാവശ്യത്തെ നോമ്പിന് ഞാൻ ഒരു നേരം ഒരു തരത്തിലുള്ള ഭക്ഷണമേ കഴിക്കൂ, അതേ എൻ്റെ വീട്ടിലുണ്ടാക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെയും നിങ്ങളുടെയൊക്കെ വീട്ടില് നോമ്പ് തുറക്കാൻ അത്താഴത്തിന് 4-5 തരം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം രാവിലെ ആയാൽ ഇതെടുത്ത് കളയുന്ന ആരാ നമ്മള്? ഏതൊക്കാലം നിങ്ങൾ ആലോചിക്കണം. ആ പലസ്തീനിലെ കുട്ടികൾക്കില്ല ഒരു റൊട്ടി കഷ്ണം കിട്ടിയാൽ സ്വർഗം കിട്ടിയതുപോലെ ആസ്വദിക്കുന്ന മക്കളെ അവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ടാണ് ഈ ഭക്ഷണം ഇങ്ങനെ വേസ്റ്റാക്കുന്നത് നോമ്പിന്റെ പേര് പറഞ്ഞിട്ട്. ഒരു കുട്ടിയും, എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, റമളാനിനായിട്ട് സ്പെഷ്യലായി ഉണ്ടാക്കുന്ന ഒരൊറ്റ ഹോട്ടലുകളിലും നിങ്ങൾ കയറരുത്, പോകരുത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീട്ടിൽ ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത ആൾക്കാർ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണമായി കഴിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയണത്. എന്താ, തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ആര്, ചില്ലറക്കാരെന്നല്ല, നല്ല ദീനീ പ്രവർത്തകന്മാർ ഒരു പൂവാണ്. എന്തിന്? തറാവി ഒക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഈ സ്പെഷ്യൽ ഹോട്ടലുകളിൽ പോയിട്ട് തിന്ന് കുടിച്ച് അഭിരമിച്ച് ഈ ശാപ്പാട്ടുരാമന്മാരായിട്ട് മാറേണ്ട മാസാണോ കൂട്ടരെ ഈ നോമ്പ്? അടുത്തു പോകരുത്, ബഹിഷ്കരിക്കുക അത്തരം സംവിധാനങ്ങളെ. അവനവന് സമ്പാദിക്കണമെങ്കിൽ വേറെ മാർഗം ഉണ്ടാക്കാം, അല്ലാതെ ദീനിന്റെ മുഖത്ത് കരിവാരി തേച്ചുകൊണ്ടാവരുത് ഈ റമളാൻ എന്ന് ഈ ഇത്തരം സമ്പാദ്യം എന്ന് പറയുന്നത്. നോമ്പ് തുറ എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. നോമ്പ് തുറ, ഇഫ്താർ സംഗമം എന്ന് പറയുന്ന വീടുകളിലെ ഇഫ്താർ സംഗമം, സംഘടനകൾക്കും പള്ളികളിലും ഒക്കെ ചിലപ്പോൾ സാമൂഹ്യമായ പ്രതിബദ്ധതയിൽ ആവശ്യത്തിന് വേണ്ടി ഇഫ്താറുകൾ നടത്തേണ്ടി വരും. വീടുകളിൽ ആരെയാ കൂട്ടരെ നിങ്ങളെ നോമ്പ് തുറപ്പിക്കുന്നത്? നിങ്ങൾ നോമ്പ് തുറപ്പിക്ക്. നിങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ഇമാമ് പാവ, അയാൾക്ക് ഭക്ഷണം കിട്ടാത്തണ്ടാവും, അയാളെ കൊണ്ടുപോയിട്ട് നോമ്പ് തുറപ്പിക്ക്. അല്ലാതെ നാട്ടിലെ പ്രമാണിമാരെയും പുതിയാപ്പിള്ളിയൊക്കെ വിളിച്ച് നോമ്പ് തുറ നടത്തി അന്നത്തെ നിസ്കാരമില്ല, വീട്ടിലെ സഹോദരിമാർക്ക് നിസ്കാരമില്ല, നോമ്പുമില്ലാത്ത കോലത്തിലാക്കരുത്. ശ്രദ്ധിക്കുക, റമളാൻ ആഡംബരങ്ങളുടെ മാസമല്ല, തഖ്വയുടെ മാസമാണ്, ഈമാനിന്റെ മാസമാണ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാസമാണ്. അങ്ങനെ ഇതിനെ കാണാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കുറച്ച് നേരത്തെ സൂചിപ്പിച്ച കല്ലായിലെ നമ്മളെ ഷംസുദ്ദീൻ സാഹിബിൻ്റെ മരണം അറിഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. സന്ദർഭോചിതമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സഹോദരങ്ങളെ, നമ്മുടെയും മരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പള്ളിയിൽ വന്ന് ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കാം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പക്ഷേ സഹോദരങ്ങളെ, മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അതിലൊന്ന് പറയാനുള്ളത്, ശരീരം വൃത്തിയായി സൂക്ഷിക്കുക. ശരീരത്തിലെ രോമങ്ങളൊക്കെ, നമ്മുടെ ശരീരത്തിലെ കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയുള്ള രോമങ്ങളൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 40 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് ബാക്കി വെക്കരുത്, അവിടെ അങ്ങനെ വെക്കരുത്. ഞാൻ പറഞ്ഞെന്തിനറിയോ, ഞാൻ നിങ്ങൾക്ക് എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്ക് നമ്മുടെ മയ്യത്തിനെ നോക്കിയിട്ട് അയ്യേ എന്ന് പറയാനുള്ളൊരു അവസരം ഉണ്ടാകരുത്. ഭൗതികമായിട്ട് മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ജുമാക്ക് ശേഷം നമ്മുടെ പരിസരത്തുള്ള പള്ളികളെയും മദ്രസകളെയും ഒക്കെ സഹായിക്കുവാനുള്ള ഒരു കലക്ഷൻ നടക്കുന്നുണ്ട്. എല്ലാവരും അതുമായി സഹകരിക്കുക. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ നീ പുറത്തു തരണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഒരു റമളാനിൻ്റെ പടിവാതിൽക്കലാണ് ഞങ്ങളുള്ളത്. നാഥ, ഈ റമളാനിനെ അതർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളുവാനും
അത് അതേ രൂപത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഈ റമളാനിലൂടെ നിന്നിലേക്ക് കൂടുതൽ അടുത്ത് മുത്തഖീങ്ങളായി മാറാൻ ഞങ്ങളിനി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റമളാൻ കഴിയുമ്പോൾ നിഷ്കളങ്കമായ മനസ്സുമായിട്ട് നിന്നിലേക്ക് സമീപിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറുകൾ നീ സ്വർഗ്ഗപ്പൂന്തപ്പാക്കി മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.